ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടംപററി ഇന്ത്യയിലെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന ഭാഗമാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മങ്ങൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയാണ്, എയിംസിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം, ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത് നോളജ് എയിമാണ്. നോളജ്, അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്യമാണ് എഡ്യൂക്കേഷൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ജീവിതത്തിലെ മികച്ച പൊരുത്തപ്പെടലിനും സാമൂഹിക കാര്യക്ഷമതയ്ക്കും സ്വഭാവ രൂപീകരണത്തിനും ആത്മീയ ഉന്നമനത്തിനും അറിവ് അത്യാവശ്യമാണ്. വെറും അറിവ് സമ്പാദിക്കുന്നത് ഒരു വ്യക്തിയെ ബുദ്ധിജീവിയാക്കി മാറ്റിയേക്കാം, പക്ഷേ അതുമാത്രം അവനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കില്ല. പ്രായോഗിക ജ്ഞാനവും കഴിവുകളും പ്രധാനമാണ്. അറിവിനേക്കാൾ പ്രധാനം അത് പ്രയോഗിക്കാനുള്ള കഴിവാണ്. ഇവിടെ അർത്ഥമാക്കുന്നത് എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയെ സമ്പൂർണ്ണമായിട്ട് അവൻ്റെ ഉയർച്ചയ്ക്കും അവൻ്റെ ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിനും സാമൂഹികമായിട്ടുള്ള കാര്യക്ഷമതയ്ക്കും ഒക്കെ പ്രാപ്തമാക്കണം. ഇവിടെ അറിവ് കൊണ്ട് മാത്രം നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഒരുപാട് ബുദ്ധി ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിജീവിയായിട്ട് നമ്മൾ മാറും. ഈ അറിവ്, നമ്മൾ നേടിയ അറിവിനെ പ്രയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പ്രയോഗിക്കാൻ കൂടിയുള്ള കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അറിവിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് അത് ആ അറിവ് വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവ് പ്രയോഗിക്കുക എന്നുള്ളതാണ്. ജീവിതവുമായി പൊരുത്തപ്പെടുന്നതിന് എല്ലാ ആളുകളുമായും സാഹചര്യങ്ങളുമായും സ്ഥലങ്ങളുമായും എല്ലാം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനും ഒരു കാര്യക്ഷമത വളർത്തിയെടുക്കുന്നതിനും നല്ല സ്വഭാവം, നല്ല രീതിയിലുള്ള പെരുമാറ്റവും ശൈലിയും നല്ല രീതിയിലുള്ള സംസാരവും ഒക്കെയുള്ള നല്ല സ്വഭാവം രൂപീകരിക്കുന്നതിനും ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും ഒരു ഉന്നമനവും ആത്മീയമായിട്ട് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഉയർച്ച, ഈ ഉയർച്ചയൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ അറിവിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ വെറും അറിവ് മാത്രം മതിയോ? അതുകൊണ്ട് കാര്യമില്ല. എന്താണ് വേണ്ടത്? ഒരുപാട് അറിവ് നേടി എന്നതുകൊണ്ട് മാത്രം ഒന്നും പൂർത്തിയാവുന്നില്ല. ഈ അറിവിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാൻ, പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. ഇതിനെയാണ് അറിവ് നേടുന്നതിൻ്റെ, നോളജിൻ്റെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമാണ് വൊക്കേഷണൽ എയിം. ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട്, തൊഴിൽ നേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് വൊക്കേഷണൽ എയിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇടുങ്ങിയ തൊഴിൽപരമായ പ്രവർത്തനം സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. വിശാലമായ കാഴ്ചപ്പാടും സമഗ്ര കാര്യക്ഷമതയുമുള്ള സംസ്കാര സമ്പന്നരായ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുക പ്രയാസമാണ്. ജോലി, ഉൽപ്പാദനം, സമ്പാദ്യം എന്നിവയിൽ മാത്രമാണ് ഊന്നൽ നൽകുന്നത്. വ്യക്തി അപ്പോൾ സ്വാർത്ഥനും സ്വയം കേന്ദ്രീകൃതനുമാണ്. എന്നിരുന്നാലും തൊഴിൽപരമായ ലക്ഷ്യത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രസകരമായ പ്രവർത്തനങ്ങൾ, കണ്ടെത്തൽ, സർഗാത്മകത എന്നിവയ്ക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കഴിവുണ്ട്. തല, ഹൃദയം, കൈ എന്നിവ ഒരുപോലെ വികസിപ്പിക്കാൻ ഇത് സഹായിക്കും. സ്കൂളുകളിൽ തൊഴിൽ മാർഗനിർദ്ദേശത്തിൻ്റെ ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അനുയോജ്യമായ പരീക്ഷകൾ നൽകുകയും കുട്ടികളുടെ പ്രത്യേക മനോഭാവങ്ങളും അഭിരുചികളും കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഉള്ളിൽ അവരുടേതായ കഴിവുകളും അവരുടേതായ കാര്യങ്ങളും ഉണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളും
അവരുടേതായിട്ടുള്ള മനോഭാവങ്ങളും അഭിരുചികളുമുണ്ട്. ഇതൊക്കെ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ചേരുന്ന നല്ല ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു തൊഴിലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇടുങ്ങിയ ചിന്തയിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് എത്താനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ജോലി ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ എല്ലാത്തിൻ്റെയും കുട്ടിയുടെ കഴിവുകളുടെ സമഗ്രമായ ഒരു വളർച്ചയും വികസനവും ആവശ്യമാണ്. ഈ രീതിയിൽ അറിവ് നേടുന്ന ഒരവസ്ഥയിലേക്ക്, അറിവ് നേടലിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് തലയും ഹൃദയവുമെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒരു മുന്നേറ്റത്തിലേക്കും വളർച്ചയിലേക്കും വിജയത്തിലേക്കും എത്താൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ എയിം അല്ലെങ്കിൽ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് എയിമാണ്. ഐക്യപരമായ വികസനത്തിനുള്ള ലക്ഷ്യം. മനുഷ്യപ്രകൃതത്തിൻ്റെ ഒരു വശത്തിൻ്റെ പ്രത്യേക വികസനം തെറ്റും പ്രകൃതി വിരുദ്ധവുമാണെന്ന് പെസ്റ്റലോസി പറഞ്ഞു. മനുഷ്യൻ്റെ കഴിവുകളുടെ പൂർണ്ണതയ്ക്കായി വിദ്യാഭ്യാസം പരിശ്രമിക്കണം. തല, ഹൃദയം, കൈ എന്നിവയുടെ യോജിപ്പുള്ള വികാസമാണ് വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം പറയുന്നു. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ വികസനത്തിൻ്റെ ആവശ്യകത ഗാന്ധിജി ഊന്നി പറഞ്ഞു. നമ്മൾ നേരത്തെ ഇവരുടെയൊക്കെ നിർവചനങ്ങൾ പറഞ്ഞതാണ്. എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു വികസനമാണ് ആവശ്യം. അതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസം ഇവിടെ മനുഷ്യൻ്റെ ഒരു വശം മാത്രം, മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു വശം മാത്രം വികസിപ്പിക്കുന്ന രീതിയിലാവരുത്. എല്ലാത്തിനെയും കൂടി ഒരുമിച്ചുകൊണ്ട് തല, ഹൃദയം, കൈ ഇവയെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വശം മാത്രം, ഒരു കാര്യം മാത്രം അതിന് മാത്രം വികസിപ്പിക്കുക, അങ്ങനെയല്ല. എല്ലാ കഴിവുകളെയും എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം വിദ്യാഭ്യാസം ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇവരുടെയൊക്കെ നിർവചനങ്ങളിൽ കാണാൻ കഴിയും. ശരീരവും മനസ്സും ആത്മാവും ഇത് എല്ലാം ഒരുമിച്ച് വികസിച്ച് വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അങ്ങനെ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ആത്മാവും എല്ലാം നിറഞ്ഞ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മുടെ ഒരു വളർച്ചയും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു വികാസം ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാവുന്നത്. ഈ രീതിയിൽ മനുഷ്യപ്രകൃതത്തിൻ്റെ എല്ലാ മേഖലയെയും എല്ലാ തലങ്ങളെയും ഒരുമിച്ച് വളർത്താൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റേയും അല്ലെങ്കിൽ ഐക്യപരമായിട്ട് എല്ലാം യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വികസനം എന്നുള്ള ഈ ഒരു എയിമിൽ അർത്ഥമാക്കുന്നത്. നാലാമത്തെ എയിം കംപ്ലീറ്റ് ലിവിങ് എയിമാണ്. ഹെർബർട്ട് സ്പെൻസറുടെ സമ്പൂർണ്ണ ജീവിതം എന്ന ആശയം പ്രവർത്തനങ്ങളുടെ ഗ്രൂപ്പുകളെ ഉൾക്കൊള്ളുന്നു. അവ സ്വയം സംരക്ഷണം, തൊഴിൽ സുരക്ഷ, സമയം ലാഭകരമായി ചെലവഴിക്കുക, സമ്പൂർണ്ണ ജീവിതം മികച്ചതാക്കുകയും സമൂഹത്തിന് ഏറ്റവും മികച്ചത് സംഭാവന ചെയ്യുകയും ചെയ്യുക, തൻ്റെ വീട്ടിലെ ഒരു യോഗ്യനായ അംഗമായിരിക്കുക എന്നിവയാണ്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ പറയുകയാണ്, ജീവിതം എന്ന ആശയം പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടിയാണ് ജീവിതം ഉണ്ടാവുന്നത്. സ്വയം സംരക്ഷണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കാൻ കഴിയണം. തൊഴിൽപരമായിട്ടുള്ള സുരക്ഷ, തൊഴിൽ നേടി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുരക്ഷ അനുഭവിക്കാൻ വേണ്ടി സാധിക്കണം. അതേപോലെ തന്നെ സമയം, നമുക്ക് ലഭിക്കുന്ന സമയമാണ് വെൽത്ത് എന്ന് പറയുന്നത്. ഈ സമയം എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ സമയത്തിന് എങ്ങനെയാണ് നമുക്ക് ലാഭകരമായ രീതിയിൽ ചെലവഴിച്ച് ഒരു വികസനത്തിലേക്കും വിജയത്തിലേക്കും വളർന്നു വരാൻ കഴിയുക എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ഇതും കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. സമയത്തിൻ്റെ ലാഭകരമായിട്ടുള്ള ഉപയോഗം, മികച്ച രീതിയിൽ സമയം ചിലവഴിക്കൽ എന്നുള്ള ഒരു കാര്യം കൂടി. നമ്മൾ നേരത്തെ ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞപ്പോൾ സമയം, ഒഴിവ് സമയത്തെ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ സമയം നമ്മൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. സമ്പൂർണ്ണ ജീവിതം മികച്ചതാക്കുകയും സമൂഹത്തിന് മികച്ചത് സംഭാവന ചെയ്യുകയും ചെയ്യുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മികച്ചതാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ സമൂഹത്തിന് മികച്ചത്, ഏറ്റവും നല്ലത് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടി, അങ്ങനെ ഒരു ലക്ഷ്യം കൂടി വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നു.
തൻ്റെ വീട്ടിലെ ഒരു യോഗ്യനായ അംഗമായിരിക്കുക എന്നതിലൂടെ ഒരു വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരും നല്ലവരായിട്ട് നല്ല രീതിയിൽ മികച്ച കാര്യങ്ങൾ ചെയ്യുന്ന നല്ല അംഗമെന്ന നിലയിൽ നിൽക്കുന്നവരായിരിക്കുക, നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റ മൂല്യങ്ങളും ഒക്കെ ഉള്ളവരായിട്ട് നല്ല യോഗ്യനായിട്ടുള്ള നല്ല ആളായിട്ട് മാറുക എന്നിവയൊക്കെയാണ് ഹെർബർട്ട് സ്പെൻസറുടെ സമ്പൂർണ്ണ ജീവിതം എന്നുള്ള ആശയം പറയുന്നത്. ഹക്സ്ലി പറയുന്നത് വിദ്യാഭ്യാസം വ്യക്തിയെ ഒരു പൂർണ്ണ ജീവിതത്തിന് സജ്ജമാക്കണം. വിദ്യാഭ്യാസം തീർച്ചയായും മുതിർന്നവരുടെ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കണം. ശാസ്ത്ര പഠനവും മാനവികതയും കൂടെ ആവശ്യമാണ്. വെറും ശാസ്ത്ര പഠനമായാൽ മാത്രം ശരിയാവില്ല. അതിനോടൊപ്പം തന്നെ മനുഷ്യ മൂല്യങ്ങൾ കൂടി, മാനവികത, മനുഷ്യന്മാരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവും ആ ഒരു ചിന്തയും എല്ലാവരോടും ഒരുമിച്ച് നിൽക്കാനുള്ള ആ ഒരു ബോധ്യവും ഒക്കെ കൂടി കലർന്ന് നിൽക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരായിരിക്കുമ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെപ്പറ്റി കൂടി നല്ല മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെ കൂടി കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് കാണാൻ പറ്റും. അഞ്ചാമത്തെ എയിം ക്യാരക്ടർ എയിമാണ്. സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഈ ക്യാരക്ടർ എയിം എന്ന് പറയുന്നത്. ഡ്യൂയി സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകി. വിദ്യാഭ്യാസം മനുഷ്യനെ ക്രൂരമായ തലത്തിൽ നിന്ന് പൂർണ്ണത, പക്വത, ശുദ്ധീകരണം എന്നിവയുടെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിലേക്ക് ഉയർത്തണം. അപ്പോൾ ഡ്യൂയി പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസം മനുഷ്യനെ ഒരു പരിപൂർണതയിലേക്ക്, പക്വത വന്നിട്ടുള്ള നല്ല ശുദ്ധമായ മനസ്സും ശരീരവുമുള്ള ആ ഒരു രീതിയിലേക്ക് വികസിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അഭിപ്രായപ്പെടുന്നത്. ഗാന്ധിജി സ്വഭാവ നിർമ്മാണത്തെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് തന്നെയാണ് ഗാന്ധിജി സ്വഭാവ രൂപീകരണത്തെ, ക്യാരക്ടർ എയിം, നല്ല ക്യാരക്ടർ, നല്ല സ്വഭാവം വളർത്തിയെടുക്കുക, പൂർണ്ണമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യത്തെ ഗാന്ധിജി നല്ല പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ട്. സ്വഭാവ വികസനം എന്ന് പറയുന്നത് നല്ല ധാർമ്മിക തത്വങ്ങളുടെ പിന്തുണയുള്ള ശക്തമായ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ആ രീതിയിൽ നല്ല ഇച്ഛാശക്തിയുള്ള ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ, നല്ല ചിന്തകൾ, തത്വങ്ങൾ ഇവയൊക്കെ പിന്തുടരുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നല്ലൊരു സമൂഹം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതിയിൽ സ്വഭാവത്തിൻ്റെ രൂപീകരണം, ക്യാരക്ടർ, നല്ലൊരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കൽ എന്നുള്ളത് പ്രധാനപ്പെട്ടതാവുന്നത് ഇവിടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എയിം, ഈ ഒരു ലക്ഷ്യം ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയെ നല്ല സ്വഭാവങ്ങളുടെ ഉടമയാക്കി തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ്. പൂർണ്ണമായിട്ട് മനോഹരമായ നല്ല മനസ്സും നല്ല ചിന്തകളും പക്വതയും ഒക്കെയുള്ള ശുദ്ധീകരണം, ഒരുതരം വികസനം, ഈ രീതിയിലേക്കൊക്കെ ഒരു മനുഷ്യനെ എത്തിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു എയിം തന്നെയാണ് ക്യാരക്ടർ എയിം, സ്വഭാവ രൂപീകരണത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. അടുത്തത് ആറാമത്തെ എയിമാണ്. എന്താണ് ആറാമത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? ഇൻഡിവിജ്വൽ എയിം. ഇൻഡിവിജ്വൽ, വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യമാണ്. സർ പേഴ്സി നാൻ, റൂസോ, ഹെർബർട്ട് എന്നിവരെല്ലാം വിദ്യാഭ്യാസത്തിലെ വ്യക്തിഗത ലക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. നൻ പറയുന്നതനുസരിച്ച് ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ ആത്യന്തികമായി വിലമതിക്കേണ്ടത് പഠിതാവിൻ്റെ വ്യക്തിഗത മികവിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം വളർത്തിയെടുക്കുന്നതിലെ വിജയത്തിലാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വതന്ത്ര പ്രവർത്തനങ്ങളിലൂടെയാണ് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല നേട്ടങ്ങളും നന്മ നിറഞ്ഞ കാര്യങ്ങളും ലോകത്തുണ്ടാവുന്നത്. വ്യക്തികൾ നല്ല രീതിയിൽ എല്ലാവരുടെയും വളർച്ചയും വികസനവും മറ്റുള്ളവരുടെ കൂടി നന്മയും കണക്കിലെടുത്തുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഈ രീതിയിൽ വിദ്യാഭ്യാസം ഓരോ വ്യക്തിയുടെയും സമഗ്രമായ വളർച്ചയെ, വ്യക്തിത്വത്തിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, ഒരു ലക്ഷ്യം തന്നെയാണ്. ഓരോ വ്യക്തികളും ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നവരായിട്ട് നല്ല രീതിയിൽ
മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു നന്മ നിറഞ്ഞ മനസ്സിന് ഉടമയായിട്ട് നല്ലൊരു സ്വഭാവ രൂപീകരണത്തിലൂടെ നല്ലൊരു വ്യക്തിത്വത്തിലൂടെ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ലക്ഷ്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായി വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം സോഷ്യൽ എയിമാണ്. സാമൂഹികവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹികരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലക്ഷ്യം, അതാണ് സോഷ്യൽ എയിം. നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ സ്കൂൾ, അതേപോലെ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം സമൂഹമാണ്. സ്കൂൾ ഒരു സമൂഹമാണ്. അതേപോലെ ഒരു വ്യക്തി താമസിക്കുന്ന സ്ഥലം, അവൻ്റെ കുടുംബം ഒരു സമൂഹമാണ്. അങ്ങനെ ഇതെല്ലാം ഒരു സമൂഹമാണ്. അതിന് തന്നെ ഡ്യൂയിയുടെയും ബാഗ്ലിയുടെയും രചനകളിലൂടെ ഈ ലക്ഷ്യം പ്രചാരം നേടി. അപ്പോൾ അവരുടെ കൃതികൾ, അങ്ങനെയുള്ള രചയിതാക്കളുടെ കൃതികളിലൂടെ സോഷ്യലെയും സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ലക്ഷ്യം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. ഇങ്ങനെയുള്ള എഴുത്തുകാരുടെ, രചയിതാക്കളുടെ കൃതികളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ ഈ സോഷ്യൽ എയിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ എയിമിന് കൂടുതൽ പ്രചാരം ലഭിച്ചു. അവരുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ഓരോ വ്യക്തിയെയും സാമൂഹികമായിട്ട് കാര്യക്ഷമമാക്കാൻ വേണ്ടിയാണ്. സാമൂഹികമായിട്ട് പ്രവർത്തിക്കാനും സമൂഹത്തിൽ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാനും വ്യക്തിയെ പ്രാപ്തമാക്കുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം മുന്നോട്ട് വരേണ്ടത്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമൂഹികമായി കാര്യക്ഷമതയുള്ള വ്യക്തിക്ക് ഉപജീവന മാർഗം, അവൻ്റെ തൊഴിൽ, അവന് ചേർന്ന തൊഴിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, ഒരാളുടെ സ്വന്തം കാര്യങ്ങൾ, മൂല്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ തനിക്ക് ചേരുന്ന ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടി എല്ലാവർക്കും കഴിയും. അപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാവുന്നത്. സമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പോയിക്കൊണ്ട് സമൂഹത്തെ കൂടി ചേർത്ത് നിർത്തി ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ഈ രീതിയിൽ ഒരു വളർച്ചയും വികസനവും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്നത്. ഇതിലേക്ക് വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവന കൊടുക്കാൻ പറ്റും. വിദ്യാഭ്യാസം സാമൂഹികവൽക്കരണ പ്രക്രിയയാണ്. അതിനാൽ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ വിജയകരമായി ജീവിക്കാൻ സജ്ജരാക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഒരു വിദ്യാർത്ഥി സമൂഹവുമായിട്ട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നുള്ള കാര്യം ഉണ്ടാവണം. സമൂഹവുമായിട്ട്, വ്യക്തികളുമായിട്ട്, ആളുകളുമായിട്ട്, കൂട്ടായ്മകളുമായിട്ട് ഒരുമിച്ച് ഇടപെട്ടാൽ മാത്രമേ ആ രീതിയിലൊരു സാമൂഹ്യവൽക്കരണം വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. വിദ്യാഭ്യാസം ഈ രീതിയിലുള്ള ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സമൂഹത്തിൽ വിജയകരമായിട്ട്, വളരെ വിജയകരമായി ജീവിക്കാൻ ഒരുക്കുക. ആ രീതിയിൽ വിജയത്തിലേക്ക്, സമൂഹത്തിൽ നല്ല രീതിയിൽ വിജയപരമായി ജീവിക്കുന്നതിലേക്ക് ഓരോ വ്യക്തിയെയും ഓരോ വിദ്യാർത്ഥിയെയും എല്ലാവരെയും നയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സിന്തസിസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എയിംസ്. സാമൂഹികമായിട്ടുള്ള ലക്ഷ്യവും അതേപോലെ വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യവും എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിലുള്ളൊരു സംയോജനം, ഈ രണ്ട് ലക്ഷ്യങ്ങളെയും കൂടെ കൂട്ടി ഒന്ന് വായിക്കാൻ പോവുകയാണ്. വ്യക്തി സമൂഹത്തിലും സമൂഹത്തിലൂടെയും ജീവിക്കുന്നു. അവൻ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ സമൂഹത്തിന് സ്വന്തം സംഭാവനകൾ നൽകുന്നു. അതേസമയം സമൂഹം അവൻ്റെ വ്യക്തിത്വത്തെ സമ്പന്നമാക്കുകയും അവൻ്റെ പല ആവശ്യങ്ങളും നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും, രണ്ടും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വ്യക്തിയെ സമൂഹം സഹായിക്കുന്നു, അതേപോലെ തന്നെ വ്യക്തി സമൂഹത്തെ സഹായിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച്, സമൂഹവും വ്യക്തിയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു വികസനം, സമഗ്രമായിട്ടുള്ള ഒരു വികസനം സാധ്യമാവുകയുള്ളൂ. സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും പുരോഗതി പരസ്പരം കൈകോർക്കുന്നു. രണ്ടും പരസ്പര പ്രയോജനത്തിനായി നിലനിൽക്കുന്നു. അതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെ സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന വികസനമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയും. വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമൂഹം സഹായിക്കുന്നു, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വ്യക്തികൾ സഹായിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം യോജിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം
സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ സമൂഹത്തിലുള്ള ഒരാളാണല്ലോ വ്യക്തി. അപ്പോൾ സമൂഹത്തിലുള്ള ആ വ്യക്തിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ അവനെ സഹായിക്കുന്ന ഒന്നാണ്. ആ രീതിയിൽ സഹായിക്കുക, അവനെ ആ രീതിയിൽ സമൂഹവും വ്യക്തിയും യോജിച്ച് നിൽക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യം വിദ്യാഭ്യാസത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിവിജ്വൽ എയിമും സോഷ്യൽ എയിമും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. താങ്ക് യു. എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിൻ്റെ വളരെ ലളിതമായി തയ്യാറാക്കിയിട്ടുള്ള PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ PDF നിങ്ങളുടെ പഠനത്തെ വളരെ ലളിതവും സുന്ദരവുമാക്കും എന്നതിൽ സംശയമില്ല.